അയ്യേ, ശ്ശേ, ഈ പാത്രത്തിൽ തിരിച്ചിലൊന്നും പോയിട്ടില്ലല്ലോ. പക്ഷെ ഇവിടുത്തെ കഴുകിയിട്ടാ ഞാൻ ഇവിടെ കയറ്റി വെച്ചത്. ഛെ, ഇങ്ങനൊരു വൃത്തിയില്ലാത്ത സാധനം. ഡി റസീന. ആ, എന്തുമ്മാ? നീയൊന്നും ഇങ്ങട് വാ. ആ, എന്തുമ്മ എന്നെ വിളിച്ച്? നിന്റെ മോന്ത എനിക്ക് എപ്പോഴും കണ്ടോണ്ടിരിക്കാനേ അത്രയ്ക്ക് നല്ല മോന്തയാണല്ലോ. എന്തേ ബുദ്ധിമുട്ടായ ഞാൻ വിളിച്ചത്? ഡി, ഈ പാത്രങ്ങളൊക്കെ നീ കഴുകിയതാണോടി? അതോ നീ തിന്ന പാത്രങ്ങളൊക്കെ അങ്ങനെ ഇങ്ങോട്ട് കയറ്റി വെച്ചതാ? ഈ പാത്രമൊക്കെ ഞാൻ കഴുകിയതാണല്ലോ ഉമ്മ. പിന്നെന്തുമ്മ അങ്ങനെ ചോദിച്ച്? അപ്പൊ ഇതാണ് നിന്റെ വൃത്തിയിൽ കഴുകല് അല്ലേ? നോക്ക്, ഒരൊറ്റ പാത്രത്തെ അഴുക്കും പോയിട്ടില്ല. അവൻ ഒട്ടിപ്പിടിച്ച ഒരു വണ്ടറ പോലെ ആയിക്കോളൂ. പക്ഷെ ഇതിലൊക്കെ എങ്ങനെയാണ് വല്ലതും തിങ്ങണത്? അതെങ്ങനെയാ വൃത്തിയും മേനയും അച്ചടക്കം എന്താന്ന് വല്ലതും അറിയോ? അതൊക്കെ അറിയണമെങ്കിലേ സ്വന്തം തള്ളന്റെയും തന്തന്റെയും കൂടെ വളരണം. അല്ലാതെ കണ്ടവരുടെ വീട്ടിലൊക്കെ അടുക്കള പണിയും ചെയ്ത് ജീവിച്ച് വളർന്നൊരു പെണ്ണിനും കെട്ടിട്ട് വന്നാ ഇങ്ങനെ ഇരിക്കും. അപ്പോ എന്റെ മോന്റെ ഒരു തലവിധി. വേണ്ട വേണ്ടാന്ന് ഞാനൊരു 10,000 വട്ടം പറഞ്ഞതാ, കേക്കണ്ടേ? എന്ത് കണ്ടിട്ടാണ് ആ ബുദ്ധിനൊക്കെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ആരെ കാണിക്കാനായിരിക്കും നിന്ന് മോങ്ങണത്? എനിക്ക് വേണ്ട നിന്റെ മോങ്ങലൊന്നും. നിന്റെ കെട്ടിയ വരുമ്പോഴേ അവന്റെ മുമ്പിൽ നിന്ന് മോങ്ങും. അപ്പോഴല്ലേ നീ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. ഇവിടെ ഞാൻ നോക്കുത്തിപ്പോൾ നിൽക്കണ്ട, പാത്രങ്ങളൊക്കെ എടുത്ത് ഒന്നും കൂടി കൊണ്ട് കഴുകി വെക്കടി. ഡി, എന്റെ ഈ മാക്സ് നീയല്ല തിരുമ്പിയത്? ആ, ഞാൻ തിരുമ്പിയത് അമ്മ. നോക്ക്, ഇതൊക്കെ ചളയും കറിയും ഒന്നും പോയിട്ടില്ല. ആ മുഷിഞ്ഞ മണം അങ്ങനെ തന്നെ ഉണ്ട്. ഞാൻ നന്നായി തിരുമ്പിയത് അമ്മ. നന്നായി തിരുമ്പിയത് ഇതില് കാണാനും ഉണ്ട്. വന്ന് വന്ന് ഒരു പണിക്കും പറ്റാണ്ട ഈ പെണ്ണിനെ. പിന്നെ നിന്നേക്ക് എന്തിനാടി പറ്റിയ? എന്റെ മാനെ, നിന്നെ കെട്ടിട്ട് വന്നപ്പോഴേ ഞങ്ങളെ കൂടെ മിണ്ടാണ്ടിരുന്നതേ നിന്നെ അങ്ങോട്ട് സ്നേഹിച്ചെടുത്ത രാജകുമാരിയൊക്കെ ഇങ്ങോട്ട് വാഴിക്കാന്ന് വിചാരിച്ചിട്ടൊന്നല്ല. ഈ വീട്ടിക്കേ ഒരു വേലക്കാരി തന്നെ കിട്ടിയല്ലോ എന്ന് വിചാരിച്ചിട്ടാ. ഈ കാലത്തൊക്കെ ഒരു വേലക്കാരന് കിട്ടണമെങ്കിലേ എത്ര പണം കൊടുക്കണം? അതിലാഭായല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. ഇപ്പൊ അതിനും കൊള്ളില്ല നിന്നെ. ഇങ്ങനൊരു മരക്കഴുത. കൊണ്ടുപോയി തിരുമ്പടി. എന്തും അവിടെ പ്രശ്നം? നീ എന്തിനൊരു കരയുടെ കാര്യം പറ. ഓ, നിന്നിപ്പോ ചണ്ടോട്ടി അറിയിക്കാനുള്ള വിശേഷങ്ങളൊന്നും ഇവിടെ ഇല്ല. നീ നിന്റെ കാര്യം നോക്കടാ. ഉമ്മൊന്നും മിണ്ടാണ്ടിരിക്കി. നീ പറ, എന്താ പ്രശ്നം? പറയടി. ഉമ്മ എന്തിനാ അവളെ നോക്കി പേടിപ്പിക്കുന്നത്? നീ പറയടി, നീ ധൈര്യമായിട്ട് പറഞ്ഞോ. ഓ, ഇതിപ്പോ നല്ല കോലം. എനിക്ക് അവളെ നോക്കാനും പറ്റില്ലേ? എന്നാ പിന്നെ നീ 24 മണിക്കൂർ ആളെ കെട്ടിപ്പിടിച്ചോണ്ട് ഇവിടെ ഇരുന്നോ. ഞാൻ ഇല്ലൊരു കെട്ടിയോനും കെട്ടിയോളൂ. ഞാനേ അവളുടെ ഉമ്മാനും വാപ്പാനും കുറിച്ചൊക്കെ ഒന്ന് ചോദിച്ചതാ. അപ്പൊ അവൾക്ക് സങ്കടം വന്നു. അതാ അവള് കരയണ്. അല്ലടി? എന്തിനാ നിങ്ങൾ ഇങ്ങനെ നുണ പറഞ്ഞ് കഷ്ടപ്പെടുന്നത്? നിങ്ങൾ ഇത്ര നേരം ഇവിടെ സംസാരിച്ചത് മൊത്തം ഞാൻ വെളിയിൽ നിന്ന് കേൾക്കുന്നു. നിങ്ങൾ ഇത്രയും കണ്ണിച്ചോരില്ലാത്തവരായി പോയല്ലോ എന്റെ ഉമ്മ. നിങ്ങൾക്കുള്ളൊരു മകള്, അവള് കല്യാണം കഴിച്ച് പോയ വീട്ടില് അവൾക്ക് ഇതേ അവസ്ഥ വരണം. ഇന്നലെ നിങ്ങൾക്ക് അറിയുള്ളൂ. അവളിങ്ങനെ തുറച്ചു നോക്കണ്ട. ഞാൻ അവളെ ഈ വീട്ടിലേക്ക് കല്യാണം കഴിച്ച് കൊണ്ടുവന്നതേ നിങ്ങളുടെ അടിമപ്പണി ചെയ്യാനും ഈ അടുക്കള കറന്ന് നിറയിക്കാനും ഇല്ല. സ്നേഹത്തോടെ സന്തോഷത്തോടെ നമുക്ക് ഒരുമിച്ച് ജീവിക്കാനാ. സ്നേഹം എന്താന്ന് അറിയാതെ വളർന്നതാ അവള്.
ഉം. അതുകൊണ്ട് ഞാൻ അവൾക്കൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്, ഒരിക്കലും അവളെ വിഷമിപ്പിക്കില്ല എന്ന്. ഇനി മേല നിങ്ങൾ അവളെ ഇങ്ങനെ എന്തെങ്കിലും പറയണ ഞാൻ കേട്ടാ, ഉം. ഉമ്മാനെ പോലെ തന്നെ എനിക്ക് അവളും ജീവനാ, അത് മറക്കണ്ട. ഇനി നീ കരയണ്ട, നീ വാ. ഓ, കൈവശം, അല്ലാണ്ട് എന്താ പറയ. പോ.